അപ്പൊ നാവിന്റെ ഉപയോഗം മിണ്ടാതിരിക്കുക എന്നുള്ള ശരിക്കും നാവ് ശരിക്കും വർത്താനം പറയാനുള്ള സാധനമല്ല. നമ്മളെ വായ വർത്താനം പറയാനുള്ളതല്ല. നമ്മൾ വർത്താനം സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല. നാവ് രുചി അറിയാനുള്ള സാധനം. ചുണ്ട് സംസാരിക്കാനുള്ളതല്ല. ചുണ്ട് വായിലേക്ക് എന്തെങ്കിലും കടന്നു പോകുന്നതിന് മറിച്ചൊക്കെയുള്ള സാധനം. പല്ല് സംസാരിക്കാനുള്ളതല്ല. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചവക്കാനുള്ള സാധനമാണ്. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ആമാശയം വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആമാശയത്തിലെ വായു എടുത്താണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സംസാരം നിൽക്കുന്നത് ആമാശയത്തിൽ സ്റ്റോർ ചെയ്ത വായു കഴിയുമ്പോഴാണ്. അപ്പൊ രണ്ടാമത് ശ്വാസം വലിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശ്വാസം വലിക്കുന്നത് വായുവിലൂടെയാണ്, മൂക്കിലൂടെ അല്ല. മൂക്കിലൂടെ വലിച്ചാലും അങ്ങനെ തന്നെ എത്തുക. സംഗതി നമ്മൾ വായിലൂടെ വലിക്കുക, കാരണം ആമാശയം നിറക്കണം. അപ്പൊ ആമാശയത്തിൽ വായു നിറച്ചിട്ട് അതെടുത്താണ് പിന്നെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആമാശയം സംസാരിക്കാനുള്ള സാധനമല്ല. ഈ പറഞ്ഞ ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല. എല്ലാം നമ്മൾ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് സംസാരം പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം. സംസാരം എന്ന് പറഞ്ഞത് പഠിപ്പിക്കേണ്ട സാധനമാണ്. അത് പഠിച്ചുണ്ടാക്കി. കാരണം ഈ സാധനം പ്രകൃതിപരമായി അതിന് ഉപയോഗിക്കാനുള്ളതല്ല. അപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ളതല്ല. നമ്മളത് സംസാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നതാണ് അസ്ലി. സംസാരിക്കുക എന്നുള്ള രണ്ടാം സ്ഥാനത്താണ്. സംസാരിക്കുകയാണെങ്കിൽ ഖൈർ പറയട്ടെ. വല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്. സംസാരിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഖൈറിനെ പറയട്ടെ. പറയുകയാണെങ്കിൽ ഖൈറായിരിക്കണം. നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണ് നേട്ടം? പറഞ്ഞാലാണോ നേട്ടം? പറയാതിരുന്നാലാണോ നേട്ടം? പറഞ്ഞാൽ ആർക്ക് നേട്ടം? നമ്മളൊരു വർത്താനം പറഞ്ഞാൽ തെറ്റി നിൽക്കുന്ന രണ്ടാൾക്കാർ നന്നാകുക ഇയ്യ, നേരത്തെ തെറ്റിയൊരു കൂടുതൽ തെറ്റയ്യ. നമ്മളൊരു പ്രസംഗം നടത്തി, നല്ലൊരു പ്രസംഗം. രണ്ടാൾക്കാർ തമ്മിൽ തെറ്റായിരുന്നു. ഒരു കൂടുതൽ തെറ്റാൻ അത് ഉപയോഗപ്പെടുമോ, അതോ തെറ്റിയ രണ്ടാൾക്കാർ നന്നാവാൻ അത് പറ്റുമോ? നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട കാര്യമാണ്. നന്നാവാനാണ് പറ്റുന്നതെങ്കിൽ കളവ് വരെ പറയാമെന്നാണ്. മസ്ലഹത്തിന് വേണ്ടി കളവ് പറയാമെന്നല്ലേ. രണ്ടാളുകൾക്കിടയിൽ സുലഹ് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറയാം. രണ്ടാൾക്കാർ തമ്മിൽ തെറ്റി, ഒരാളടുത്ത് എന്നിട്ട് പറയാം, പിന്നെ മറ്റോൻ എന്നോട് മുണ്ടണമെന്നുണ്ട്, എന്നോട് ഇപ്പോഴും കൂടി പറഞ്ഞിട്ടുള്ളൂ പറയാം. ഓൻ്റെ അടുത്ത് എന്നിട്ട് പറയാം, അവൻ എന്നോട് മുണ്ടണമെന്നുണ്ട്, എന്നോട് ഇപ്പോഴും കൂടി പറഞ്ഞിട്ടുള്ളൂ. നീ കാണുമ്പോൾ ആദ്യം അങ്ങോട്ട് സലാം പറഞ്ഞുകൊണ്ട് പറയാം, മറ്റോടും പറയാം ആദ്യം കാണുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു രണ്ടാം കൂടി കണ്ടുകൂട്ടുമ്പോൾ രണ്ടാളും സലാം കൊണ്ട് ഏറ്റുമുട്ടിക്കോളൂ. അപ്പോൾ നന്നായി. മസ്ലഹത്തിന് വേണ്ടി കളവ് വരെ പറയാം. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സംസാരം കൊണ്ട് മസ്ലഹത്താണോ ഉണ്ടാവുന്നത്, അതല്ല മഫ്സദത്താണോ ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് മസ്ലഹത്ത് ഇല്ലാതിരിക്കുകയും എന്തുകൊണ്ട് മഫ്സദത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പഠന വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 കൊല്ലം 63 കൊല്ലം സംസാരിച്ചു. 23 കൊല്ലം ദഅവത്തിന്റെ ഭാഗമായി സംസാരിച്ചു. 63 കൊല്ലം സംസാരിച്ചിട്ടുണ്ട്. 23 കൊല്ലം ദഅവത്തിന്റെ ഭാഗമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒരു ലഫ്ള് പോലും തിരിച്ചെടുക്കേണ്ടതില്ല. ഞാൻ ആ പറഞ്ഞതിന്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് എന്നൊരിക്കൽ പോലും പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ അബദ്ധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, സുബദ്ധങ്ങൾ ഉണ്ടാവുന്നില്ല. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ച സംസാരങ്ങളിലൊന്നും മടക്കിയെടുക്കേണ്ടതോ തിരുത്തി പറയേണ്ടതോ ആയി വന്നിട്ടില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറയുകയും വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് തിരുത്തുകയും ചെയ്തതല്ലാതെ. അത് ആദ്യത്തേതും വഹിയാണ്, രണ്ടാമത്തേതും വഹിയാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വന്നു, വഹീന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം.